എല്ലാവർക്കും നമസ്കാരം. ആദ്യ നവി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം ചെയ്യുകയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പാകത്തിനത് ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുന്നുണ്ട്. അത് ഒരു 1.5 ലിറ്ററോളം മിൽക്കിൻ്റെ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. പിന്നെ വാനില പൗഡർ എടുക്കുന്നുണ്ട്. അതുപോലെ അൺസോൾട്ടഡ് ബട്ടർ എടുക്കുന്നുണ്ട്. ബട്ടർ 100 ഗ്രാമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. പിന്നെ ഹെൽത്ത് വേർഷൻ ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ധാരാളം നട്ട്സ് എടുത്തിട്ടുണ്ട്. ആൽമണ്ടും കാഷ്യൂനട്ടുമാണ് ഞാനിവിടെ എടുക്കുന്നത്. വാൽനട്ട് വേണമെങ്കിൽ ഒരു ചെറിയ പോർഷൻ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ട് പനം കൽക്കണ്ടാണ് എടുക്കുന്നത്. പനം കൽക്കണ്ടമൊക്കെ ഓൾറെഡി കഴുകി ഉണക്കിയിട്ടാണ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ എടുക്കണം, അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കുമ്പോൾ കുഴഞ്ഞു പോവും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ടും ഈ ഐസ്ക്രീമിലേക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പനം കൽക്കണ്ട നമ്മൾ സെപ്പറേറ്റ് ഒന്ന് മിക്സിയിൽ പൊടിച്ച് മാറ്റി വെക്കണം. അതുപോലെ തന്നെ കാഷ്യൂനട്ടും ആൽമണ്ടും പൊടിച്ച് മാറ്റി വെക്കണം. ഈ ആൽമണ്ടിൻ്റെ സ്കിന്ന് കളയണമെങ്കിൽ അത് നേരത്തെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അരച്ച് വെക്കണം. പക്ഷെ ഞാനിവിടെ സ്കിന്നോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ഫൈൻ ആക്കാതെ ചെറിയ തരികളോട് കൂടിയിട്ടാണ് ആൽമണ്ടും കാഷ്യൂനട്ടും അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ പാനാണ് ഞാൻ അടുപ്പിൽ വയ്ക്കുന്നത്. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ബട്ടർ ഒന്ന് ഉരുക്കിയെടുക്കുക. അതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 1 സ്പൂണേ കാണിച്ചുള്ളൂ, 2 സ്പൂൺ ഇട്ടിരുന്നു. കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തു. ഒട്ടും കരിഞ്ഞു പോകരുത്. അതുപോലെ ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആൽമണ്ടും കാഷ്യൂനട്ടും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ആവശ്യത്തിനുള്ള പാലുകൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി ആ കട്ടയൊക്കെ വിടുന്നവരെ ഇളക്കി എടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും തീ, അല്ലെങ്കിൽ അടി പിടിക്കും. കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതുപോലെ. അതിനുശേഷം പൊടിച്ച് വെച്ച പഞ്ചസാര ഇതുപോലെ മിക്സിയിൽ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പൊടിച്ച് വെച്ച പഞ്ചസാര അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസി കുറുകിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പാൽ ഒഴിച്ച് തരുന്നുണ്ട്. എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. അത് കാരണം കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇളക്കി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. പാല് നന്നായി തിളച്ച് നല്ല പാല് തിളച്ച് കുറുകി വരണം. ആ കുറുകി വന്നതിന് ശേഷം നമ്മളതൊന്ന് തണുപ്പിച്ചെടുക്കണം. ആ ഒരു ടൈം കൊണ്ട് ഞാൻ കുറച്ച് തിളപ്പിച്ച് ആറിയ പാലിലേക്ക് വിപ്പിംഗ് ക്രീമും വാനില പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. തിളപ്പിച്ച് ആറിയതിന് ശേഷം മാത്രമാണ് പാൽ എടുത്തത്. അപ്പോൾ ഇതുപോലെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് വിപ്പിംഗ് ക്രീമും വാനില പൗഡറും കൂടെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ തണുത്ത ചൂടാറിയ നമ്മുടെ ഈ ഒരു ഐസ്ക്രീം മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇലക്ട്രിക് ബ്ലെൻഡർ യൂസ് ചെയ്യുന്നില്ല. ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പാച്ചില കൊണ്ട് എല്ലാ ഭാഗത്തുനിന്നും ഈവൻ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് കഴുകി ഡ്രൈ ചെയ്ത് ഒരു ഫ്രീസറിൽ വെക്കാൻ പറ്റിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മൾ ഫുള്ളായിട്ടും ആ മിക്സിനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒറ്റ പാത്രത്തിൽ തന്നെ എനിക്ക് ഒഴിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 hours മാക്സിമം, 1.5 to 2 hours മാക്സിമം ഫ്രീസറിലൊന്ന് സൂക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ കുറച്ച് ബബിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടാപ്പ് ചെയ്തിട്ടാണ് വെച്ചത്, എന്നാലും ബബിൾസ് ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിലെടുത്തു. അപ്പോൾ കിട്ടിയ ഒരു അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഇതുപോലെ ഒരു സെമി സോളിഡ് അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഫുള്ളായിട്ടും മിക്സിയുടെ ജ്യൂസർ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനായിട്ട് അടിച്ചെടുത്തതിന് ശേഷം സെയിം പാത്രത്തിലേക്ക് തന്നെ വീണ്ടും ഒഴിച്ച് സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓവർനൈറ്റ് ഒരു 8 hours വെച്ചത്. അങ്ങനെ രാത്രി മുഴുവൻ ഫ്രീസറിൽ ഇരുന്നതിന് ശേഷം രാവിലെ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ സൂപ്പറായിട്ട് ഐസ്ക്രീം വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മളൊന്ന് സ്കൂപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. മോൾ അതിനിടയ്ക്ക് കൈയിടാൻ വന്നിട്ടുണ്ടായിരുന്നു ഐസ്ക്രീമിൽ. അപ്പോഴത്തേക്ക് നമ്മളൊന്ന് സ്കൂപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതായിരുന്നു ഐസ്ക്രീമിൻ്റെ ഫൈനൽ ലുക്ക്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ആൽമണ്ടിൻ്റെയും കാഷ്യൂവിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് എടുത്തറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ബട്ടർ നന്നായിട്ട് ചേർത്തിട്ടുണ്ടല്ലോ. 100 gram ഓഫ് ബട്ടർ ഇത്രയും ക്വാണ്ടിറ്റിക്ക് വേണ്ടി ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയും ഇൻഗ്രീഡിയൻസും ഈ ഒരു രീതിയിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഐസ്ക്രീം നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതുപോലെ കൺസിസ്റ്റൻസിയും കിട്ടുമെന്ന് ഞാൻ ഫുൾ ഗ്യാരണ്ടി തരാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.